നമസ്കാരം. കേരള BJPയിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വിഭാഗീയതയുണ്ട് എന്നൊക്കെ പറയാൻ ചില മാധ്യമങ്ങൾക്ക് വലിയ ഹരമാണ്, വലിയ സന്തോഷമാണ്. അത് ഉള്ളതിനെ പതിന്മടങ്ങായി കാണിച്ചുകൊണ്ടൊക്കെ അവർ വാർത്തകൾ നൽകിക്കളയും. അങ്ങനെ ചില നേതാക്കളുമുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി എന്തെങ്കിലും തരത്തിൽ, ഒരു പാർട്ടിയല്ലേ, അത് പല വ്യക്തികൾ ചേർന്നാണല്ലോ ഒരു സംഘടന ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സംഘടനയിൽ എന്തെങ്കിലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അങ്ങ് വലുതാക്കി കാണിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകും എന്നുള്ള ധാരണയിൽ പറയുന്ന നേതാക്കളുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് സ്ഥാനമാനം തേടിപ്പോയ സന്ദീപ് വാര്യർ. ഇദ്ദേഹം BJPയുടെ തുടക്ക പ്രസ്ഥാനങ്ങളിലൊന്നും തന്നെ, അതായത് ബാലഗോകുലമോ അല്ലെങ്കിൽ സംഘ പ്രവർത്തനമോ ഒന്നും തന്നെ നടത്തിയ വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. ABVPയിൽ അദ്ദേഹം പ്രവർത്തിച്ചതായി നമുക്കൊന്നും അറിവില്ല. ഒരു BJPക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും സ്ഥാനം കിട്ടും, അതുപോലെ തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ഇദ്ദേഹം കാരണമാണ് എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതിയാണ്. BJPക്കാരെ ഇപ്പോൾ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ആണ് ഇദ്ദേഹം രംഗത്ത് വരുന്നത്. അതിന് തക്ക മറുപടി BJPയുടെ യുവ നേതാവ് യുവരാജ് ഗോകുൽ, അദ്ദേഹം വളരെ ശക്തമായി ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ BJPയുടെ വക്താവായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ചുട്ട മറുപടി, സന്ദീപ് വാര്യർക്കുള്ള ചുട്ട മറുപടി ഇപ്പോൾ വൈറലായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി എന്ന കക്ഷൽ കണ്ട് ആരും പനിക്കേണ്ട എന്നാണ് BJP വക്താവ് യുവരാജ് ഗോകുൽ പറയുന്നത്. ചർച്ചയ്ക്കിടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലും ഗോകുൽ ഇത് ആവർത്തിച്ചു. പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി എന്ന കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ട, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഞങ്ങൾക്കറിയാം. CPMലെ ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോൾ 2 ഏരിയ സെക്രട്ടറിമാരെ കാണാതായി. പാലക്കാട് മുൻ DCC അധ്യക്ഷനെ കോൺഗ്രസ് ക്യാമ്പിലും കാണാനില്ല എന്നുള്ളതാണ്. AV ഗോപിനാഥിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇവരെല്ലാം കൂടി BJPയെ പഠിപ്പിക്കാൻ വരലാണ് എന്ന് യുവരാജ് പറയുന്നു. സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയിൽ KPCC വക്താവ് എന്ന ലേബലിലാണ് സന്ദീപ് വാര്യർ പങ്കെടുത്തത്. വക്താക്കൾ ഇഷ്ടം പോലെയുണ്ട് കോൺഗ്രസിന്, അതിൽ ഒരാൾ മാത്രമാണ് സന്ദീപ് വാര്യർ. ജനറൽ സെക്രട്ടറി ഒന്നും ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ജനറൽ സെക്രട്ടറിമാരാണെങ്കിലും നെല്ലിക്കാക്കൊട്ട കമിഴ്ത്തിയതുപോലെയാണ് ജനറൽ സെക്രട്ടറിമാർ കോൺഗ്രസിൽ. പാലക്കാട് നഗരസഭയിലെ BJP അംഗങ്ങളെ കോൺഗ്രസിൽ എത്തിക്കാൻ സന്ദീപ് വാര്യർ ശ്രമിച്ചിരുന്നതായി ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് പരോക്ഷമായി പരാമർശിച്ചായിരുന്നു യുവരാജിന്റെ പ്രസ്താവന. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഒപ്പം തന്നെ സന്ദീപ് വാര്യരെ ഇറക്കി തൃശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെ വന്നാലും BJP എന്താണ്, BJPയുടെ നിലപാട് എന്താണ്, BJP കേരളത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, BJPക്കുള്ളിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിക്കും അതിന് ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സന്ദീപ് വാര്യർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് വള്ളം കൂട്ടുന്നത് എന്നറിയില്ല. എന്തായാലും കോൺഗ്രസിൽ വലിയ സ്വീകാര്യതയും മറ്റു കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിന് ആദ്യം കിട്ടിയിരുന്നു. ഇപ്പോൾ അങ്ങനെ കാര്യമായി വലിയ സ്വീകാര്യത കിട്ടുന്നില്ല. ഇദ്ദേഹം ഗൾഫിലൊക്കെ പോയി പല പല വേഷത്തിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടു. അതൊക്കെ യഥാർത്ഥ ചിത്രങ്ങളാണോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും അതുപോലെ തന്നെ KMCCയുടെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രസ്ഥാനമാണ് KMCC, ഒരു പ്രവാസി പ്രസ്ഥാനമാണ്. അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അവിടെ പോയി വിരുന്നുണ്ട് താമസിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകൾ കണ്ടു. അദ്ദേഹത്തിന്റെ പോസ്റ്റിന് അത് അർഹിക്കുന്ന അവഗണനയോടെ കേരളത്തിലെ വിവരവും വെളിവുമുള്ള ജനങ്ങൾ തള്ളിക്കളയുകയുള്ളൂ, കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും. കാരണം അദ്ദേഹം അങ്ങനെയാണ്. എന്തായാലും കൃത്യമായി ഈ പാലക്കാട് കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ട, പാലക്കാട്ടെ പ്രശ്നങ്ങൾ തീർക്കാൻ BJPക്ക് അറിയാം, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ BJPക്ക് അറിയാം എന്നുള്ള ഒരു ശക്തമായ നിലപാടാണ് യുവരാജ് ഗോകുൽ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ സ്വീകരിച്ചത്. പലതിനും സന്ദീപ് വാര്യർക്ക് മറുപടി ഇല്ലായിരുന്നു എന്നത് സത്യം. BJPയുടെ കൂടെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു പലതിനും. ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ പോയപ്പോൾ പലതിനും മറുപടിയില്ല. മറുപടി ഇല്ലാതെ എങ്ങനെ പറയും? എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.